പകയെ അതിജീവിച്ച പ്രണയം. രചന ആതിര പ്രകാശ്. കിച്ചേട്ടാ ഒന്ന് വേഗം വാ. ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നു. ഒരു കാര്യത്തിന് നേരത്തും കാലത്തും വരില്ല. പെൺപിള്ളേരെക്കാളും ഒരുക്കാ എവിടെയെങ്കിലും പോണെന്നുണ്ടെങ്കിൽ ഇതെന്ത് കഷ്ടം. മീനു കരിപ്പോടെ പിറുവിറുത്തു. എന്റെ പൊന്നു മീനു, ഞാനിതാ വന്നു, കിടന്നലറണ്ട. എന്താ ഇത്? പിന്നെ ഞങ്ങൾ ആണുങ്ങൾ ഉത്സവങ്ങൾക്ക് അതുപോലെ പുറത്തെവിടെയെങ്കിലും പോകുമ്പോഴേക്ക് കുറച്ച് സ്റ്റൈലേ പോകാറുള്ളൂ. അപ്പോഴേ 10 പെൺപിള്ളേർ നോക്കത്തുള്ളൂന്നേ. മനസ്സിലായിട്ട് കാന്താരി. കിച്ചു ചിരിച്ചോണ്ട് ചോദിച്ചു. ഓ, വായി നോക്കാനാണല്ലോ ഇങ്ങനെ ഒരുങ്ങി കെട്ടി പോകുന്നേ. ഇത് ഞാൻ രാധമേടൊന്ന് പറയുന്നുണ്ട്, മീനു പറഞ്ഞു. അയ്യോ പൊന്നു മീനു, ചതിക്കല്ലേ, എന്നെ നല്ല കുട്ടിയല്ലേ, കിച്ചു മീനുവിനെ സോപ്പിട്ട് പറഞ്ഞു. തുടങ്ങിയ രണ്ടും കൂടി എപ്പോ കണ്ടാലും ഇങ്ങനെയാണല്ലോ, എന്താ ഇന്നത്തെ അടിയുടെ കാരണം എന്നും ചോദിച്ച് മീനുവിന്റെ കൂട്ടുകാരികളായ മായും കാവ്യം അങ്ങോട്ടേക്ക് വന്നു. ഓ, അത് സ്ഥിരം കാരണം തന്നെ. എങ്ങോട്ട് പോകണമെങ്കിൽ നമ്മളെക്കാൾ സമയം വേണം കിച്ചണിൽ ഒരുക്കാൻ. ഞാൻ എത്ര നേരമായി വിളിക്കാന്നറിയോ? ആ സാരില്ല, ഇപ്പൊ എല്ലാവരും റെഡിയായില്ലേ, ഇനി നമുക്ക് പോവാം, മായ പറഞ്ഞു. അല്ല മീനു, നിന്റെ ചേട്ടന്മാരെന്തേ? കിച്ചു ചോദിച്ചു. നിങ്ങളുടെ വായ്നോട്ടം കമ്മിറ്റിയുടെ പ്രസിഡന്റ് സെക്രട്ടറി അല്ലേ, അവര് നേരത്തെ പോയി, മീനു പറഞ്ഞു. അത് കേട്ട് മായും കാവ്യം ചിരിച്ചു. ഡേഡി വേണ്ട, അവരെ പറ്റി പറയണ്ട കേട്ടോ, കിച്ചു പറഞ്ഞു. ശേഷം കിച്ചു കാറിന്റെ കീ എടുത്ത് ഡ്രൈവിംഗ് സീറ്റിൽ കയറി. കോ ഡ്രൈവിംഗ് സീറ്റിൽ മീനുവും കയറി. ബാക്കിൽ മായും കാവ്യം കയറി. അങ്ങനെ അവർ ഉത്സവപ്പറമ്പിലെത്തി. കിച്ചു മീനുവിനെയും കൂട്ടുകാരികളെ അമ്പലത്തിനടുത്തേക്ക് ഇറക്കി വണ്ടി പാർക്ക് ചെയ്യാൻ പാർക്കിംഗ് ഏരിയയിലേക്ക് പോയി. വണ്ടി പാർക്ക് ചെയ്ത് വരും വഴി കിച്ചു ആദിയെ കണ്ടു. നിന്റെ കൂടെ മീനൂട്ടി വന്നിട്ടുണ്ടോ? ആദി ചോദിച്ചു. അതുകൊണ്ട് അമ്പലത്തിൽ ഇറക്കി വിട്ടിട്ടുണ്ട്. പിന്നെ മീനൂട്ടി മാത്രമേ ഉള്ളൂ? അല്ലടാ, മായും കാവ്യം ഉണ്ട്. എന്നാ 3 കൂടി അമ്പലത്തിലാവില്ല, ആ ഉത്സവപ്പറമ്പിന്റെ അടുത്ത് ഉണ്ടെന്നുണ്ടായിരിക്കും. അത് കേട്ട് കിച്ചു ഒന്ന് പുഞ്ചിരിച്ചു. ഇവൻ കിരൺ എന്ന കിച്ചു കൈലാസം തറവാട്ടിൽ വിജയരാഘവൻ രാധാമണി ദമ്പതിമാരുടെ ഒരേ ഒരു പുത്രൻ. കൈലാസ് കൺസ്ട്രക്ഷൻസിൽ ചീഫ് ആർക്കിടെക്ട് ആൻഡ് മാനേജറാണ്. അടുത്ത ശ്രീമംഗലം തറവാട്. ശ്രീമംഗലം വിശ്വനാഥ് സുഭദ്ര ദമ്പതിമാരുടെ 3 മക്കളിൽ മൂത്തവൻ ആദിത്യൻ എന്ന ആദി. അവൻ ശ്രീമംഗലം സൂപ്പർ മാർക്കറ്റിന്റെ ജനറൽ മാനേജറും. രണ്ടാമത്തെ ഹരികൃഷ്ണൻ എന്ന ആരി, അവൻ ശ്രീമംഗലം സൂപ്പർ മാർക്കറ്റിന്റെ അക്കൗണ്ടന്റുമാണ്. പിന്നെ എല്ലാവർക്കും കൂടിയുള്ള ഒരേ ഒരു പെൺതരിയാണ് നമ്മുടെ മീനു. അതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാ തല്ലുകൊളുത്തിനും അവളുടെ കയ്യിൽ വേണ്ടുവോളം ഉണ്ട്. കക്ഷി ഇപ്പൊ നേഴ്സാവാനുള്ള പ്രയത്നത്തിലാണ്. മനസ്സിലായില്ലേ? ആളൊരു ഫൈനൽ ഇയർ നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്. ശ്രീമംഗലവും കൈലാസവും ആ നാട്ടിൽ അറിയപ്പെടുന്ന 2 തറവാടുകളായിരുന്നു. ഒരു വയലിന്റെ അക്കരെ ഇക്കരെയുള്ള 2 തറവാടുകൾ. പരസ്പരം നല്ല അടുപ്പത്തിലും സ്നേഹത്തിലും പോയിരുന്ന 2 കുടുംബങ്ങൾ തന്നെയായിരുന്നു അത്. തറവാടുകളിലെ മുതിർന്നവർ തമ്മിലുള്ള അടുപ്പം അവിടുത്തെ മക്കളിലുണ്ടായിരുന്നു. കിച്ചു, ആദിയും ഹരിയും മീനും എല്ലാം ഒന്നിച്ച് വളർന്നവരാണ്. ബാല്യത്തിലെ കുസൃതികളും കൗമാരത്തിലെ സ്വപ്നങ്ങളും അവർ പരസ്പരം പങ്കിട്ടു. നാട്ടുകാർക്കും വീട്ടുകാർക്കും അത് വെറും സൗഹൃദമായിരുന്നു. പക്ഷെ അതിനിടയിൽ മീനുവിന്റെയും കിച്ചുവിന്റെയും പ്രണയം പോവിടുന്നത് ആരും അറിഞ്ഞില്ല. ആ സൗഹൃദം എപ്പോഴാണ് പ്രണയമായി മാറിയതെന്ന് അവർ പോലും അറിഞ്ഞില്ല. ഒരു തണൽ മരം പോലെ ആ ബന്ധം അവരുടെ ഉള്ളിൽ പടർന്ന് പന്തലിച്ചു. അവരുടെ പ്രണയം വർഷങ്ങളോളം പരസ്പരം തുറന്നു പറയാതെ അവരുടെ ഉള്ളിൽ തന്നെ കൊണ്ടു നടന്നു. ഒടുവിൽ ഒരു തണുത്ത പ്രഭാതത്തിൽ കിച്ചു മീനും കൂടി അമ്പലത്തിൽ തൊഴാൻ വേണ്ടി വന്നു. അവരിടക്കൊക്കെ ഇങ്ങനെ വരാറുണ്ട്. അന്ന് കിച്ചു മീനുവിനോട് പറഞ്ഞു. മീനു, എനിക്കിനോട് കാര്യം പറയാനുണ്ട്. അത് കേട്ട് മീനു കിച്ചുവിന്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് ചോദിച്ചു, കിച്ചുവിനെ എന്നെ ഇഷ്ടമാണോ? അതാണ് കിച്ചുവിനെ എന്നോട് പറയാനുള്ളത്. അത് കേട്ട് കിച്ചു അന്തം വിട്ട് മീനുവിനെ നോക്കി. എന്താ ചേട്ടാ ഇങ്ങനെ നോക്കുന്നേ? അല്ല മീനു, നീ ഇപ്പൊ എന്താ പറഞ്ഞേ? സത്യം ചേട്ടാ, ഒരുപാട് നാളായിട്ട് എന്റെ മനസ്സിൽ ഇങ്ങനെ ഇഷ്ടം തോന്നിയിട്ട്, പക്ഷെ പറയാനുള്ളൊരു അവസരം കിട്ടിയില്ല. പിന്നെ ഞാനിത് പറഞ്ഞ ചേട്ടൻ ഇങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു, മീനു പറഞ്ഞു. മീനു, ഞാൻ നിന്നോട് പറയാൻ വന്നത് ഇത് തന്നെയാ. എനിക്കിതിന് ഒരുപാട് നാളായിട്ട് ഇഷ്ടമായിരുന്നു. പക്ഷെ നിന്നോട് പറഞ്ഞ നീ ഏത് രീതിയിൽ എടുക്കുന്ന എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ 2 പേരും അമ്പലനടയിൽ വെച്ച് ചെന്ന് പ്രാർത്ഥിച്ച് മടങ്ങി. പിന്നീട് അവരുടെ പ്രണയ സല്ലാപങ്ങളായിരുന്നു. പരസ്പരം അറിഞ്ഞുള്ള പ്രണയത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. രഹസ്യങ്ങൾ അധികം നാൾ ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ലല്ലോ. കിച്ചുവും മീനും തമ്മിലുള്ള ബന്ധം ഹരിയാണ് ആദ്യം തിരിച്ചറിഞ്ഞ്. പിന്നാലെ വീട്ടുകാരും അറിഞ്ഞു. അന്നുവരെ കണ്ട സ്നേഹമായിരുന്നില്ല പിന്നീട് 2 തറവാടുകളിൽ നിഴലിച്ച്. വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ ഇവരുടെ അപ്പനപ്പൂപ്പന്മാരുടെ കാലത്തുണ്ടായിരുന്ന ഒരു ബിസിനസ് തർക്കം മുതിർന്നവർ കുത്തിപ്പൊക്കി. ഇപ്പൊ 2 കുടുംബങ്ങളും സ്നേഹത്തിലൊക്കെ തന്നെയാ. പക്ഷെ പണ്ടത്തെ കഥകളൊന്നും നിങ്ങൾക്കറിയില്ല, മീനുവിന്റെ അച്ഛൻ പറഞ്ഞു. അതൊക്കെ അപ്പൂപ്പന്റെ കാലത്തെ കാര്യങ്ങളല്ലേ, അതിനിപ്പോ ഇങ്ങനെ ചെയ്യുന്ന എന്തിനാ അച്ഛാ? നീ ഇപ്പൊ അച്ഛൻ പറയുന്നത് കേട്ടാ മതി. ഇപ്പൊ നിന്റെ കാര്യം തീരുമാനിക്കുന്നത് ഞങ്ങളൊക്കെയാണ്, കേട്ടല്ലോ. അവനെ അങ്ങ് മറന്നേക്ക്, അതാ നിനക്ക് നല്ലത്, മീനുവിന്റെ വലിയ ചേട്ടൻ ഹരി പറഞ്ഞു. മീനു ഇതെല്ലാം കേട്ട് തളർന്ന് തറയിലിരുന്നു. ഹരിയേട്ട, നിങ്ങളെല്ലാം ഒന്നിച്ച് നടന്നവരില്ലേ, ഒന്നിച്ച് കളിച്ചോളുന്നവരില്ലേ? കിച്ചേട്ടനെ ഇത്ര പെട്ടെന്ന് നിങ്ങളെല്ലാം അന്യരാക്കിയോ? അതിന് മാത്രം എന്ത് തെറ്റ നിങ്ങളോട് കിച്ചേട്ടൻ ചെയ്ത്? കിച്ചേട്ടനെ നിങ്ങളെല്ലാം ഇത്ര പെട്ടെന്ന് മറന്നു ആദ്യേട്ടാ, പറയൂ, എന്നെന്തോന്നും മിണ്ടാത്ത്? മീനു കരഞ്ഞ് 2 പേരോടും മാറി മാറി ചോദിച്ചു. കിച്ചു ഞങ്ങളുടെ കൂട്ടുകാരനും കൂടെപ്പിറപ്പൊക്കെയാ, പക്ഷെ അച്ഛൻ പറയുന്ന ഞങ്ങളുടെ അവസാന വാക്ക്, ഹരി പറഞ്ഞു. ആദ്യം അപ്പോഴും മീനുവിനെ അലിവോടെ നോക്കി തലതാഴ്ത്തി നിൽക്കുകയാണ്. അവന് മീനുവിന്റെ സങ്കടം കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. അതിലുപരി അച്ഛന്റെ വാക്ക് എതിർക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. മീനുവിന്റെ സങ്കടം കണ്ട് സഹിക്കാനാവാതെ ആദ്യം അവന്റെ റൂമിലേക്ക് പോയി. അങ്ങനെ ഓരോരുത്തരായി പൂമുഖത്തു നിന്നും പോയി. മീനു അപ്പോഴും കരഞ്ഞളന്ന് പൂമുഖത്ത് തന്നെ ഇരിപ്പായിരുന്നു. അതുകൊണ്ട് മീനുവിന്റെ അമ്മ സുഭദ്ര അവളുടെ അടുത്ത് വന്ന് അവളെ ആശ്വസിപ്പിച്ചു. മോളെ, അമ്മയ്ക്ക് കിച്ചുവിന് എന്റെ മോനെ പോലെ തന്നെയാ. പക്ഷെ നിന്റെ അച്ഛനും ഏട്ടനും അമ്മ പറഞ്ഞാൽ കേൾക്കില്ല, അതെന്റെ മോൾക്ക് അറിയാലോ. ഇതെല്ലാം കേട്ട് ഒരു നിർവികാരതയോടെ മീനോടെ അമ്മയെ നോക്കിയ ശേഷം ഒന്നും പറയാതെ അവളുടെ റൂമിലേക്ക് പോയി. മറുഭാഗത്ത് കൈലാസത്തിൽ കിച്ചുവിന്റെ അവസ്ഥ ഇത് തന്നെയായിരുന്നു. കിച്ചുവിന്റെ അച്ഛൻ അവന് വേറെ വിവാഹാലോചന വരെ തുടങ്ങി.
അച്ഛാ, അച്ഛൻ എന്തിനാ ഈ ക്രൂരത ഞങ്ങളോട് കാണിക്കുന്നത്? മീനുവിന് നിങ്ങൾക്കെല്ലാം അറിയുന്നല്ലേ, പിന്നെ എന്തിനാ ഇതിന് തടസ്സം നിൽക്കുന്നത്? കിച്ചു, നിനക്കറിയാവുന്നല്ലേ, പണ്ട് ഇതുപോലൊരു കല്യാണാലോചന നടന്ന വിശ്വന്റെ പെങ്ങളെ എനിക്ക് വേണ്ടി ആലോചിച്ചു. അന്ന് നീ പറഞ്ഞ പോലെ എനിക്ക് അവളൊരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവൾ ഇഷ്ടപ്പെട്ട വേറൊരുത്തിന്. അവസാനം അവൾ ചതിക്കപ്പെട്ടപ്പോ അതിന്റെ വഴി ഞാൻ കേൾക്കേണ്ടി വന്നു. ഞാനും കൂടെ അറിഞ്ഞിട്ടാ അവളെ അവൻ ചതിച്ചെന്ന്. ആ ചതിച്ചവൻ തന്നെയാ അവരുടെ ബിസിനസ് തകർച്ചയും കാരണമായത്. പക്ഷെ അതും പിന്നീട് നമ്മുടെ കുടുംബത്തിന്റെ ചതിയാണെന്ന് വരെ പറഞ്ഞു. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പഴയ കാര്യങ്ങളല്ലേ? അതൊക്കെ ഇപ്പൊ പറയുന്നത് ഞങ്ങൾ അറ്റുന്ന എന്തിനാ? നിനക്ക് നിന്റെ മുറപ്പിന്റെ സീനെ ഞങ്ങൾ പണ്ടേ പറഞ്ഞു വെച്ചാ, അല്ല മീനുവിന് ഇഷ്ടമില്ലായിട്ടൊന്നല്ല, കിച്ചുവിന്റെ അമ്മ പറഞ്ഞു. പക്ഷെ അമ്മ, എനിക്കിഷ്ടം മീനുവിനെയാ. മീനുവിനല്ലാതെ ഞാൻ വേറെ ആരെയും വിവാഹം കഴിക്കില്ല. അതും പറഞ്ഞ് കിച്ചു അവിടുന്ന് പോയി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. മീനിപ്പോൾ ക്ലാസ്സിന് പോവാറില്ല, വീട്ടിൽ തന്നെ ഇരിപ്പാണ്. അങ്ങനെയൊക്കെ ഒരു ദിവസം മീനു ക്ലാസ്സിൽ പോവാത്തതിനാൽ അവളെ കാണാനായി അവളുടെ കൂട്ടുകാരികളായ മായയും കാവ്യയും മീനുവിന്റെ വീട്ടിൽ വന്നു. അങ്ങനെ അവരുടെ സംസാരത്തിനിടെ മായ മീനുവിനോട് ചോദിച്ചു, മീനു, നീ അറിഞ്ഞോ കിച്ചേട്ടനെ വിവാഹം ആലോചിക്കുന്നത്? മീനു അത് കേട്ടൊരു ഷോക്കായി മായയെ നോക്കി. അത് കണ്ട് കാവ്യ പറഞ്ഞു, നീ നോക്കണ്ട മീനു, കിച്ചേട്ടന്റെ അമ്മ എന്റെ അമ്മയോട് പറയുന്നത് ഞാൻ കേട്ടതാ. അവരുടെ ആംഗ്ലയുടെ മകൾ തന്നെയാണെന്നാ പറയുന്നത് കേട്ടത്. ഇതൊന്നും കിച്ചേട്ടൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ? മായ ചോദിച്ചു. മീനു ഇല്ല എന്നർത്ഥത്തിൽ തലയാട്ടി. പക്ഷെ കിച്ചേട്ടന് സമ്മതമല്ലെന്നാ അവരുടെ അമ്മ പറഞ്ഞ്. ചേട്ടൻ നിന്നെ മാത്രം വിവാഹം കഴിക്കുന്ന പറഞ്ഞിരിക്കുന്നെന്നും ചേട്ടന്റെ അമ്മേന്റെ അമ്മയോട് പറഞ്ഞു അത്രേ. കാവ്യ പറഞ്ഞു. അത് കേട്ട് കണ്ണിൽ വിടുന്നു. ചേട്ടനെ വിളിക്കാറില്ലേ മീനു? മായ ചോദിച്ചു. വിളിക്കും, പക്ഷെ ഒന്നും പറയാൻ ഞങ്ങൾക്ക് പരസ്പരം കഴിയാറില്ല. എനിക്ക് എന്തെങ്കിലും പറയുമ്പോഴേക്കും സങ്കടം വരും. അപ്പൊ ഞാൻ ഒരുപാട് കരയും. അതാ പതിവ്. കിച്ചേട്ടന്റെ അവസ്ഥ ഇത് തന്നെയാ. മീനു പറഞ്ഞു. നിന്നെ സങ്കടപ്പെടുത്തേണ്ടെന്ന് കരുതിയിട്ടായിരിക്കും ഇതൊന്നും ഏട്ടൻ പറയാതിരുന്നു. പിന്നെ ഏട്ടന്റെ ഇഷ്ടത്തിനല്ലല്ലോ ഇതൊന്നും ചെയ്യുന്നത്. അപ്പൊ പിന്നെ നിന്നെ കൂടെ സങ്കടപ്പെടുന്ന എന്തിനാന്ന് വെറുതെ ചിന്തിച്ചാണ് ആ പാവം. കാവ്യ പറഞ്ഞു. മായും കാവ്യയും പോയ ശേഷം മീനു കിച്ചുവിനെ വിളിച്ചു. ഒറ്റ റിങ്ങിൽ തന്നെ കിച്ചു ഫോൺ എടുത്തു. രാത്രിയുടെ നിശബ്ദതയിൽ അവിടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. കിച്ചേട്ട, എന്താ കിച്ചേട്ട നമ്മുടെ വീട്ടുകാരിങ്ങനെ? നമ്മളെ എന്തായാലും ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കാത്ത? വീട്ടുകാരുടെ മുമ്പിൽ നമ്മുടെ സ്നേഹം തോറ്റുപോകും കിച്ചേട്ട. മീനു കരഞ്ഞുകൊണ്ട് കിച്ചുവിനോട് ചോദിച്ചു. ഇല്ല മീനു, നമ്മുടെ സ്നേഹം അങ്ങനെയൊന്നും തോറ്റുപോയില്ല. എനിക്ക് നിന്നെയല്ലാതെ മറ്റൊരു പെണ്ണിനെ സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അത്രയ്ക്ക് നീ എൻ്റെ ഉള്ളിൽ പതിഞ്ഞുപോയി. നമ്മളിനി എന്ത് ചെയ്യും കിച്ചേട്ടാ? ഒന്നിച്ച് ജീവിക്കാനല്ലേ മീനു എല്ലാവരുടെയും സമ്മതം ആവശ്യമായിട്ടുള്ളൂ. ഒന്നിച്ച് മരിക്കാൻ ആരെയും സമ്മതം നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഒന്നിച്ച് മരിക്കാം. അതിന് ഈ ലോകത്ത് ആരും നമ്മളെ തടയില്ല. കിച്ചുവിന്റെ ശബ്ദം ഉറച്ചതായിരുന്നു. അതെ കിച്ചേട്ടാ, നമുക്ക് ഒരുമിച്ച് മരിക്കാം. ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലെങ്കിലും ഒരുമിച്ച് മരിക്കാം. അങ്ങനെയെങ്കിലും ഇവിടെ പക അവസാനിക്കട്ടെ, മീനു ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. പിറ്റേന്ന് പുലർച്ചെ റെയിൽവേ ട്രാക്കിന് സമീപം കിച്ചു മീനു കുറെ ദിവസത്തിന് ശേഷം കണ്ടുമുട്ടി. അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു. അവനവരുടെ മുഖത്ത് ഒരുപാട് ചുംബനങ്ങൾ നൽകി. ശേഷം രണ്ടുപേരും അകന്നു മാറി. കിച്ചേട്ടാ, നമ്മളിനി ആരെയും പേടിക്കാത്ത ലോകത്ത് ജീവിക്കാൻ പോവാ അല്ലേ? അതെ, ഇനി നമ്മളെ പിരിക്കാൻ ആർക്കും കഴിയില്ല. കിച്ചു ഒരു വരണ്ട പുഞ്ചിരിയിൽ മറുപടി പറഞ്ഞു. ട്രെയിനിന്റെ ശബ്ദം അടുത്തടുത്ത് വരുന്ന സമയത്ത് രണ്ടുപേരും ട്രാക്കിലേക്ക് ഇറങ്ങി. ആ സമയത്താണ് പുറകിൽ നിന്നൊരു വിളി. മീനു! മീനുവും കിച്ചു ഒരു പകപ്പോടെ തിരിഞ്ഞു നോക്കി. ആദി, നീ എങ്ങനെ ഇവിടെ എത്തി? കിച്ചു ചോദിച്ചു തീരും മുമ്പേ രണ്ടുപേരെയും കവളിൽ മാറി മാറി അവൻ അടിച്ചു. ശേഷം അവർ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവർ രണ്ടുപേരെയും നിറകണ്ണുകളോടെ നോക്കി നിന്നു. മീനുവിന്റെ ഏട്ടൻ ആദിക്ക് അവളുടെ ഈ അവസ്ഥ ഓർക്കുമ്പോൾ സങ്കടമായിരുന്നു. അവനെപ്പോഴും അവളുടെ മേലൊരു ശ്രദ്ധ കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ അവനെപ്പോഴും അവളുടെ റൂമിന് ചുറ്റിപ്പറ്റി തന്നെ ഉണ്ടായിരുന്നു. രാത്രി അവൾ കിച്ചുമായി ഫോണിൽ സംസാരിക്കുന്ന ആദി കേൾക്കാനിടയായി. അങ്ങനെയാണ് ആദി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. മീനുമോള്, നീ എന്ത് പണിയായി കാണിക്കുന്നത്? നിങ്ങൾ രണ്ടുപേരും ഇല്ലാതായ ഈ പ്രശ്നങ്ങളൊക്കെ തീരുന്നാണ് നിങ്ങൾ കരുതിയത്? അവിടെ വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങിയല്ലേ ചെയ്യുള്ളൂ? ആദി ചോദിച്ചു. ആദി, നമ്മുടെ അച്ഛന്മാരുടെ പഴയ പാക്ക് ഞങ്ങൾ എന്തിനാണ് ബലിയാടാവുന്നത്? ഒരുമിച്ച് ജീവിക്കാനല്ല അവരുടെ സമ്മതം വേണ്ടുള്ളൂ, ഒരുമിച്ച് മരിക്കാനോ വേണ്ടല്ലോ. കിച്ചു, എന്താണ് ഇതൊക്കെ? നിങ്ങൾ മരിച്ചാൽ എല്ലാ പ്രശ്നവും തീരുന്നാണോ നിന്റെ വിചാരം? ഇല്ലടാ, അത് വീണ്ടും വേറൊരു പകക്ക് വഴിത്തിരിവാകുകയുള്ളൂ. എൻ്റെ അനിയത്തിയുടെ കണ്ണുനീര് എനിക്ക് ഇനിയും കണ്ടിരിക്കാനാവില്ല. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് വാ. ഇല്ല ഏട്ടാ, ഞങ്ങൾ വന്നാൽ വീണ്ടും പഴയ അവസ്ഥ തന്നെയായിരിക്കും. ഞങ്ങളില്ല, ഞങ്ങൾ ഒരുമിച്ച് മരിച്ചോളാം. ഇല്ല മീനു, ഏട്ടനല്ലേ പറയുന്നത്? നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ വരണം. ഇതിനൊരു പരിഹാരം നമ്മൾ കാണാം. നമ്മൾ കളിച്ചു വരുന്ന അതേപോലെ തന്നെ ഇനിയും നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് കാണണം. അതിന് നമുക്ക് അവരെ ഒന്നിപ്പിക്കണം. അതിന് നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ വരണം, ആദി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. അങ്ങനെ ആദി കിച്ചുവിനെയും മീനുവിനെയും കൂടി ശ്രീമംഗലം തറവാട്ടിലെത്തി. ശ്രീമംഗലം തറവാടിന് മുറ്റത്തേക്ക് കാറെത്തിയപ്പോൾ തന്നെ അവർ കണ്ടിരുന്നു പൂമുഖത്ത് ദേഷ്യത്തിൽ നിൽക്കുന്ന വിശ്വനാഥനെ. ആദി കാറിനെത്തി കിച്ചുവിനോട് മീനുവിനോട് ഇറങ്ങാനായിട്ട് പറഞ്ഞു. അവർ രണ്ടുപേരും പേടിച്ച് കാറിൽ നിന്ന് പുറത്തിറങ്ങി. കിച്ചുവിനെ കണ്ട ദേഷ്യത്തിൽ വിശ്വനാഥൻ അലറി. ആദി, ഇവനെന്താ ഇവിടെ? അത് ഇവിടെ കൂടെ ഇവനെന്തിനാ നീ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന്? അച്ഛാ, എന്തിനാണ് ഈ വാശി? മതിയല്ല, അപ്പനപ്പൂവന്മാരുടെ കാലത്തെ ബിസിനസ് പകയും പറഞ്ഞ് ഇവരുടെ ജീവിതത്തിനെ ഇല്ലാതാക്കുന്നത്. അച്ഛന്റെ വാശി കേൾക്കുമ്പോൾ ഇല്ലാതാവുന്നത് ഇവരുടെ പ്രണയവും ജീവിതമാ. ഇതെല്ലാം കേട്ട് ഹരി പുറത്തേക്ക് വന്നു. ഹരിയും പറഞ്ഞു. ശരി അച്ഛാ, എന്തിനാ വെറുതെ? അവളുടെ സന്തോഷം നമുക്ക് വലുത്. നമുക്ക് പഴയ പോലെ തന്നെ രണ്ട് കുടുംബങ്ങൾക്ക് സന്തോഷമായി തന്നെ ജീവിച്ചുകൂടെ? ഇതെല്ലാം പറയുന്ന ഹരിയെ മീനും കിച്ചു അമ്പരപ്പോടെ നോക്കി. ഹരി അവിടെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു. നിങ്ങളോട് എനിക്കൊരു ദേഷ്യവുമില്ല. അച്ഛനെ ധിക്കരിക്കാനാവായിട്ടാ ഞാനത് അങ്ങനെയൊക്കെ പെരുമാറിയത്. കിച്ചു, നീ മീനുവിന് വിവാഹം ചെയ്ത് എനിക്കിഷ്ടമാണ്. പക്ഷെ അതിന് രണ്ട് വീട്ടുകാരുടെ അനുഗ്രഹം വേണം.
ആദ്യം ഉണ്ടായ സംഭവങ്ങളെല്ലാം വിശ്വനാഥൻ അറിയിച്ചു. അവരുടെ പ്രണയം ജയിക്കാനായി ഒടുവിൽ അവർ റെയിൽവേ ട്രാക്ക് വരെ എത്തി. ഞാനൊരു നിമിഷം വൈകിയിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ മീനുവിനെ നഷ്ടമായി തന്നെ അച്ഛാ. ആദ്യം ഇതെല്ലാം പറയുന്ന കേട്ട് വിശ്വനാഥനൊരു ശിലകണക്കി നിന്നുപോയി. ചോരയൊരുക്കിയാണോ പക തീർക്കേണ്ടത്? ഇവരുടെ ജീവിതമല്ലേ നമുക്ക് വലുത്? ആദി ചോദിച്ചു. വിശ്വനാഥൻ ഒന്നും മിണ്ടാതെ തലതാഴ്ത്തി നിന്നു. ആദിയുടെ വാക്കുകൾ ആ തറവാടിന്റെ കരിങ്കൽ ചുമരുകളിൽ പ്രതിധ്വനിച്ചു. ഒടുവിൽ വിശ്വനാഥൻ കിച്ചുവിന്റെ അച്ഛൻ വിജയരാഘവനെ ഫോണിൽ വിളിച്ചു. രാഘവ, നമ്മുടെ മക്കൾക്ക് വേണ്ടി പഴയതൊക്കെ നമുക്ക് മറക്കാം. ശേഷമുണ്ടായ സംഭവങ്ങളെല്ലാം വിശ്വനാഥൻ രാഘവനോട് പറഞ്ഞു. രാഘവ, എന്റെ മോളെ നിന്റെ മോനെ വിവാഹം ചെയ്തതിൽ എനിക്ക് പൂർണ്ണ സമ്മത. നമ്മുടെ ഈഗോ മൂലം നമ്മുടെ കുട്ടികളുടെ ജീവിതം ഇല്ലാതാവരുത്. വിശ്വനാഥൻ പറഞ്ഞു. രാഘവൻ അത് ശരിവെച്ചു. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ മക്കള് വേണ്ടി വന്ന് നമ്മുടെ കണ്ണുറപ്പിക്കാനല്ലേ. വിശ്വനാഥൻ മൂളി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മീനുവിന്റെയും കിച്ചുവിന്റെയും വിവാഹം ഉറപ്പിച്ചു. 2 തറവാടുകളിലും കല്യാണമേളങ്ങൾ ഉയർന്നു. അങ്ങനെ വലിയ ആഘോഷത്തോടെ അവിടെ വിവാഹം കഴിഞ്ഞു. വിരോധത്തിന്റെ മതിൽക്കെട്ടുകൾ മീനുവിന്റെ കൈകൾ ചേർത്ത് പിടിച്ച് കിച്ചോവന്റെ വീട്ടിൽ കയറി. ആദ്യം കുടുംബം അവരുടെ ആ സന്തോഷം കണ്ട് പുഞ്ചിരിച്ചു. പകയേക്കാൾ വലുത് സ്നേഹമാണെന്ന് ആ പ്രണയം തെളിയിച്ചു.